ഈ റോസ്മേരിയെ കോടീശ്വരിയാക്കിയ എൻ്റെ അച്ചായനെ കുറിച്ച് അറിയണം. അച്ചായനെ കുറിച്ച് അറിയുന്നവർക്കെല്ലാം അദ്ദേഹത്തെ പറ്റി പറയാൻ 100 നാവാ. അച്ചായനെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഇവിടത്തുകാർക്കുണ്ടാവില്ല. അത്രയ്ക്ക് ആരാധനയും ഇഷ്ടവുമാണ് ഇപ്പോഴും ഈ നാട്ടുകാർക്ക്. ഒരു 100 ജന്മം തപസ്സിരുന്നാലും ഇനി അങ്ങനെ ഒരു അച്ചായനെ നമുക്ക് കിട്ടില്ല. അന്നൊക്കെ ഞാനും അച്ചായനും പോകുന്നിടത്തെല്ലാം ആളുകൾ സ്നേഹം കൊണ്ട് ഞങ്ങൾ പൊതിയുമായിരുന്നു. അച്ചായൻ എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്ന ദിവസം മുതൽ എനിക്ക് തോന്നി ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണ് ഞാനാണെന്ന്. പക്ഷേ സുന്ദരമായതൊന്നും അധികകാലം നീണ്ടു നിൽക്കില്ലെന്നല്ലേ പറയാറുള്ളത്. അതുപോലെ അച്ചായനും. ഒരു ദിവസം അച്ചായനുള്ള മരുന്ന് വാങ്ങി വരുമ്പോൾ ഞാൻ കാണുന്നത് മരണക്കിടക്കിൽ അച്ചായൻ പറഞ്ഞത് മുഴുവനും ആ സ്ത്രീയെക്കുറിച്ചായിരുന്നു. ജാൻസിയെക്കുറിച്ചായിരുന്നു. അവളുടെ വയറ്റിൽ വളരുന്ന അച്ചായന്റെ കുഞ്ഞിനെ കുറിച്ചായിരുന്നു. ആ ബന്ധം എന്നെ വല്ലാതെ വേദനിപ്പിച്ചെങ്കിലും ഞാൻ അവരുടെ ബന്ധത്തെക്കുറിച്ച് ഒരക്ഷരം പോലും അച്ചായനോട് ചോദിച്ചില്ല. എൻ്റെ കൈപിടിച്ച അച്ചായൻ അവസാനം പറഞ്ഞത്, ഞാൻ പോയാൽ അവൾക്കും എൻ്റെ കുഞ്ഞിനും ആരുമില്ല, നീ വേണം അവളെ നോക്കാൻ. നമ്മുടെ റോയിമോൻ ഇതൊന്നും അറിയരുതെന്നും. പക്ഷേ എനിക്ക് അവളോട് ദയ തോന്നിയില്ല. അച്ചായൻ്റെ മരണം പോലും എന്നെ കരയിപ്പിച്ചില്ല. എനിക്ക് പകയായിരുന്നു അവളോടും കുഞ്ഞിനോടും. അവളെ ദ്രോഹിക്കാൻ കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളും ഞാൻ ഉപയോഗിച്ചു. എന്നെ പേടിച്ച് അവൾ ഈ നാട് തന്നെ വിട്ടുപോയി. എടി ഒന്ന് നിന്നെ. നീ അനുഭവിക്കും. എന്റെ അച്ചായനെ എന്നിൽ നിന്ന് പിടിച്ചു വാങ്ങിയതിന് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊണ്ട് തന്നെ നീ അനുഭവിക്കും. ആ കോരിച്ചൊരിയുന്ന മഴയത്ത് അവർ ഇറങ്ങിപ്പോകുന്നത് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. പക്ഷേ അവൾ പോയതിനു ശേഷം എന്റെ പക കുറഞ്ഞു കുറഞ്ഞ് എന്നിൽ കുറ്റബോധം ഉണ്ടാകാൻ തുടങ്ങി. പിന്നീട് പല രാത്രികളിലും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ജാൻസിയും കുഞ്ഞിനെയും ഞാൻ പലയിടങ്ങളിൽ അന്വേഷിച്ചു. പക്ഷെ ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. അന്ന് അച്ചായന്റെ ഓർമ്മ ദിവസം. എന്താ മോളുടെ പേര്? റോസ്മേരി. റോസ്മേരി? പെൺകുഞ്ഞാണ് ചേട്ടത്തിയുടെ പേരിടണമെന്ന് അച്ചായൻ പറഞ്ഞായിരുന്നു. മോള് നടന്നു. ചേട്ടത്തി എന്നോട് പൊറുക്കണം. ഇവിടുത്തെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്നറിയാം. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ലെന്ന് ഉറപ്പിച്ചു തന്നെ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയത്. പക്ഷേ ഇപ്പം എനിക്ക് പറയാൻ മറ്റാരുമില്ല. അവളുടെ ചെറിയ വരുമാനത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞു പോയിരുന്നത്. കുറച്ച് ദിവസം മുൻപ് പെട്ടെന്ന് അവളൊന്ന് തലചുറ്റി വീണു. അന്ന് ആരൊക്കെയോ ചേർന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടുന്ന് ടൗണിലെ ഒരു ഹോസ്പിറ്റലിൽ സ്കാനിങ്ങും മറ്റും കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കുഞ്ഞിന് ഇത്രയും വലിയൊരു അസുഖം ഉണ്ടെന്ന കാര്യം അറിഞ്ഞത്. അപ്പോഴാണ് മനസ്സിലായത് ചേട്ടത്തിയുടെ ശാപം ഞങ്ങളെ വിട്ടു പോയിട്ടില്ല എന്ന്. ഇത്രയും കാലം അവളുടെ അപ്പച്ചൻ ആരാന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നലെ ഞാൻ എൻ്റെ മോളോട് എല്ലാം പറഞ്ഞു. ഒരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ ചേട്ടത്തിയോട് ചെയ്തത്. ക്ഷമിക്കണം. പക്ഷേ എൻ്റെ മോളെ കൈവിടരുത്. അച്ചായനെ ഓർത്തെങ്കിലും. ജാൻസി, അച്ചായൻ പറഞ്ഞ വാക്കനുസരിക്കാത്തവളാ ഞാൻ. അച്ചായൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ എന്തു പറയും പായസേ? എനിക്കെൻ്റെ റോസ്മോളെ രക്ഷിക്കണം.
പക്ഷേ എൻ്റെ റോയ്മോനൊന്നും അറിയരുത്. ഏടാ അപ്പു, അമ്മച്ചിയെ റോസ് മോളുടെ അടുത്ത് ഒന്ന് കൊണ്ടുപോവാമോ? എനിക്കവളെ കാണണം. എനിക്ക് എൻ്റെ റോസ് മോളെ കാണണം. അമ്മച്ചിയെ ഞാൻ കൊണ്ടുപോവാ റോസ്മേരിയുടെ അടുത്ത്. എൻ്റെ റോസ് മോള്. നീ കാര്യങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആയി കാണണം റോയ്. ഇതിപ്പോ 2 ദിവസം കഴിഞ്ഞു. അമ്മയുടെ ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവരെ ട്രേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നീ ഒന്ന് യെസ് മൂളിയാ മതി, എനിക്ക് അവരെ സെക്കൻഡ്സ് കൊണ്ട് ട്രാപ്പ് ചെയ്യാം. നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആലോചിക്കാനിട്ടല്ല, പക്ഷേ നമ്മുടെ നീക്കം അവരറിഞ്ഞ ആ നിമിഷം അവരെൻ്റെ അമ്മച്ചിയെ വേണ്ട കിഷോ. അമ്മച്ചിയുടെ ജീവൻ വെച്ച് ഒരു റിസ്ക് എടുക്കാൻ വയ്യ. അമ്മച്ചിയോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ളതാ എല്ലാം വിട്ട് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യാൻ. കൂട്ടാക്കിയില്ല. എന്നിട്ടിപ്പോൾ എന്തായി? എൻ്റെ അമ്മച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ എന്തിനാടാ ജീവിച്ചിരിക്കുന്നേ? ഹലോ ഓട്ടാ, വീണ്ടും വീണ്ടും ഞാനാണ്. അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞുറപ്പിച്ച പോലെ ബുധനാഴ്ച പെൽച്ചിക്ക് 6 കോടി രൂപയായിട്ട് വരണു. മോന്തിക്ക് അമ്മയായിട്ട് തിരിച്ചു പോണു. ഓക്കെ, ബട്ട് ബട്ട് കിട്ട് ഷേണായി കമ്മത്തൊന്നുമില്ല. പിന്നെ ഏട്ടൻ കൊടുണ്ട കാശ് ഞങ്ങളുടെ കയ്യിൽ എത്തിക്കണത് ഞങ്ങൾ അയക്കണം നത്തൂലിന്റെ കയ്യിൽ മാത്രമായിരിക്കണം. ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും വേണ്ടാത്ത വിവരക്കേട് പോക്കണങ്ങട് ഒപ്പിക്കാൻ നോക്കിയാൽ നഷ്ട ഏട്ടന് മാത്രമാണ്. പറഞ്ഞില്ല വേണ്ട. ഇല്ല, നിങ്ങൾ പറയുന്ന ഏത് കാര്യവും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്തിനാണ് ഇത്രയും വൈകുന്നത്? പണം എപ്പോൾ വേണമെങ്കിൽ തരാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ ഞങ്ങൾ പറയണത് കേട്ടാ മതി. ബുധനാഴ്ച രാവിലെ 10 മണിക്ക്. എടാ അപ്പോ, ഇതുവരെ റെഡിയായില്ലേ? ഓ, ഞങ്ങല്ലേ എപ്പോഴേ റെഡി. ഇനിയിപ്പോ ഞങ്ങ കാരണം അമ്മച്ചി റോസ് മോളിന്റെ അടുത്ത് എത്തണത് വൈകണ്ട. നിങ്ങളിങ്ങനെ അമ്മച്ചിയും കൊണ്ട് കറങ്ങി നടന്നാൽ ശരിയാവില്ല. അമ്മച്ചി ധ്യാനം കൂടാൻ പോയിരിക്കുന്ന നാട്ടിലൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയെന്നാ റോയ് സാർ എന്നോട് പറഞ്ഞത്. ഈ വീട്ടിലെ പണിക്കാരുടെ ഓരോരോ ചോദ്യങ്ങൾക്ക് മുന്നിൽ മനുഷ്യൻ പെട്ടുപോവുക. ഈ സംവിധായകൻ പ്രിയദർശനെയൊക്കെ സമ്മതിക്കണമെന്നേ. അതെന്താ? അങ്ങരുടെ സിനിമയിൽ ഒരു വീട്ടിൽ തന്നെ 3 പേരെ താമസിപ്പിച്ച് ശബ്ദം ഒരാളുടെ, ശരീരം വേറൊരാളുടെ, കാഴ്ച മറ്റൊരാളുടെ, അങ്ങനെ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്. ഞാനിവിടെ ഒരു ചെറിയ നുണ ഒളിപ്പിക്കാൻ പെടുന്ന പാട്. അതിന്റെ ഇടയിലാ നിങ്ങളുടെയൊക്കെ ഒരു ടൂറ് പോക്ക്. എവിടേക്കാ ടൂർ പോകുന്ന? ഊട്ടിക്കാണോ മൈസൂർക്കാണോ? കൊടൈക്കനാൽ. അവിടെ ഒന്നും പോണ്ട, മൈസൂർക്ക് പോയാ മതി. അതെന്തേ? അവിടെ ഞാൻ പോയിട്ടില്ല മച്ചാ. എവിടേക്കാണെങ്കിലും നത്തോലി വരുന്നില്ല. അതെ, ടൂർ അടിച്ച് കറങ്ങി നടക്കുമ്പോ ആരുടെയെങ്കിലും കണ്ണിപ്പെട്ടാൽ അതോടെ നിങ്ങളുടെ പദ്ധതി പൊളിയും. പിന്നെ പദ്ധതി പൊളിഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് എന്റെ കമ്മീഷൻ കൃത്യമായിട്ട് കിട്ടിയിരിക്കണം. പ്ലാൻ പൊളിഞ്ഞാലും നടന്നാലും നിനക്ക് ഇതിന്നൊരു ചില്ലി കാശ് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ നിനക്കൊരു 5 പൈസ തരൂല മോനെ. അതെ, ഇതെന്റെ റോയിമോന്റെ കാശാ. അതൊക്കെ എന്റെ ഈ മക്കൾക്കുള്ളതാ. അല്ല, ഞാൻ